ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ്. ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ, എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തു. അതിലേക്ക് 2 സ്പൂൺ ഓട്സ് ഇട്ടു. ഞാൻ ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്തേക്കുന്നത്. ശരിക്കും ഞാൻ 3 പേർക്കുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീഡിയോയിൽ ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിലോട്ട് വെള്ളം ഒഴിച്ചു. ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്യില്ല കേട്ടോ. ഒരു 15 മിനിറ്റിന് ശേഷം ഈ വെള്ളം നമ്മൾ മാറ്റും, കളയും. നമ്മൾ ആ ഓട്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ 3 നട്ട്സ് എടുത്തു, ഡേറ്റ്സ് എടുത്തു. ആ ഡേറ്റ്സിനകത്ത് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു. അത് ഇതുപോലെ 15 മിനിറ്റോളം വെക്കണം. പിന്നെ ഒരു 6 നട്ട്സ് എടുത്തു, അതിനകത്തും കുറച്ച് വെള്ളം ഒഴിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെള്ളം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കളയാം. ഞാൻ ഡേറ്റ്സിലേക്ക് ഒഴിച്ച വെള്ളം കളഞ്ഞില്ല കേട്ടോ. ഓട്സിലുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഓട്സ് മാത്രം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതുപോലെ തലേ ദിവസം കുതിർക്കാൻ വെച്ച ബദാം 3 എണ്ണം, ഒരു പൂവൻ പഴം, പിന്നെ ഡേറ്റ്സ്. ആ വെള്ളം ഞാൻ കളഞ്ഞില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാം. ഞാൻ കളഞ്ഞില്ല, കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കാനായിരുന്നു. കാരണം അത് മോൾക്ക് കൊടുക്കാനായതുകൊണ്ട് കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ കുടിക്കില്ല. അതുകൊണ്ടായിരുന്നു കേട്ടോ ആ വെള്ളം കൂടി ഒഴിച്ചത്. നിങ്ങൾക്കത് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കളഞ്ഞിട്ട് ഡേറ്റ്സ് മാത്രം ഇടാം. പിന്നെ അതുപോലെ കുറച്ച് കിസ്മിസ്, പിന്നെ ചിയ സീഡ്സ് യൂസ് ചെയ്യാം. അതൊക്കെ ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ കൊഴുപ്പ് കളഞ്ഞ പാല്, നല്ല നാടൻ പാലാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. തിക്കായിട്ട് വേണ്ടവർ കുറച്ച് പാലൊഴിച്ചിട്ട് ബനാന കുറച്ച് കൂടുതലിടുക, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലോട്ട് കുറച്ച് നട്ട്സും കിസ്മിസും ഇട്ട് കൊടുത്തു. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ഉറപ്പായും ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.